ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 22 അധ്യായങ്ങളുള്ള ഒരു മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഈ വെളിപ്പാട് എന്ന് പറയുന്നത്. ഇത് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഇച്ചിരി നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്ത ഒക്കെ ഒന്ന് ഇച്ചിരി മാറ്റേണ്ടി വരും. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് അതർ സ്ക്രിപ്ചേഴ്സ്. മറ്റ് പുസ്തകങ്ങളെപ്പോലെ അല്ല ഇത് പഠിക്കേണ്ടത്. വേറൊരു വ്യൂവിലാണ് ഈ പുസ്തകം പഠിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ചിന്തയൊക്കെ ഒന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇതാരും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും നെഗ്ലക്റ്റഡ് ആയിരിക്കുന്ന ഒരു പുസ്തകവും കൂടിയാണ് ഈ വെളിപ്പാട് പുസ്തകം. പിന്നെ ഒന്ന് ദാനിയേലാണ്. ദാനിയേലിൽ കുറേ ഭാഗങ്ങൾ നമുക്ക് നല്ലതായിട്ട് അറിയാം, പക്ഷേ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കാറില്ല, പഠിക്കാറില്ല. ഈ വെളിപ്പാട് പുസ്തകം പഠിക്കാത്തതിന് കാരണം, ഒന്ന് പ്രധാനപ്പെട്ട കാരണം, വി ഓൾവേസ് കോൺസെൻട്രേറ്റ് ഓൺ ദ പ്രസൻറ്റ് തിങ്സ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും വർത്തമാനകാലത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പഴയതറിയാൻ നമുക്ക് വലിയ താല്പര്യം കാണത്തില്ല. ഇനി നടക്കാൻ പോകുന്നത് അറിയാനായിട്ടും നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവുകയില്ല. വി കോൺസെൻട്രേറ്റ് ഓൺ ദ പ്രസൻറ്റ് ലൈഫ്. ബിക്കോസ് നമുക്ക് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ പല പ്രശ്നങ്ങൾ, പല കാര്യങ്ങളാണ്. അതിനിടയിൽ നമുക്ക് പഴയ കാലത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് സമയമില്ല. ഇനി നടക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയണമെന്നും വലിയ ആഗ്രഹമുണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ ചിലർക്ക് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആകാംക്ഷ ഉള്ളവരുണ്ട്. എന്തായി തീരും ഭാവി എന്നൊക്കെ അറിയാനായിട്ടുള്ള. ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ ആൻഡ് ഇറ്റ് ഈസ് ഓൾ പേഴ്സണലാണ്. എനിക്കെന്ത് സംഭവിക്കും എന്നറിയാനാണ് പലപ്പോഴും. എനിക്ക് നല്ല ജോലി കിട്ടുമോ, എനിക്ക് വിദേശത്ത് പോകാൻ കഴിയുമോ, നല്ല വിവാഹം നടക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളാണ്. അങ്ങനെയുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത്. എന്നാൽ ആത്മീയരായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന നമ്മളെപ്പോഴും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇറ്റ് ഈസ് നോട്ട് കൺസേൺഡ് മീ എലോൺ, എന്നെക്കുറിച്ചല്ല, ഈ ലോകത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഭാവിയിൽ എന്നറിയാനുള്ളത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത് തെറ്റാണ്. ഭാവിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ വ്യക്തമായിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ദർ മസ്റ്റ് ബി എ ടൈം ഫാക്ടർ ഇൻ ദാറ്റ്. അതിൽ സമയത്തിൻ്റെ ഒരു കാര്യമുണ്ടായിരിക്കണം. എപ്പോൾ നടക്കുമെന്നുള്ളതാണ്. എന്ത് നടക്കുമെന്നുള്ളതിനേക്കാളും എപ്പോൾ നടക്കുമെന്നുള്ളതാണ് നമ്മുടെ ക്യൂരിയോസിറ്റി. എന്നാൽ അതല്ല ഇവിടെ ബൈബിളിൽ ഉത്തരം നൽകിയിരിക്കുന്നത്. എന്ത് നടക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ടൈം ബിലോങ്സ് ടു ഗോഡ്. സമയം നിർണയിക്കുന്നത് ദൈവമെന്ന് പറഞ്ഞാലും പോരെ, കുറച്ചുകൂടെ പ്രിസൈസായിട്ട് പിതാവായിരിക്കുന്ന ദൈവമാണ്. സോ ഫാദറാണ്, പിതാവായ ദൈവമാണ് സമയത്തെ നിർണ്ണയിക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് നോട്ട് റിവീൽഡ് ഇൻ ദ ബൈബിൾ. അതുകൊണ്ട് വേദപുസ്തകത്തിൽ സമയം എപ്പോഴാണ് ഇത് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ എന്ത് നടക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിൻ്റെ കാര്യത്തെ മാറ്റി നിർത്തിയിട്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം. വേദപുസ്തകത്തെ 66 പുസ്തകങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്, നമുക്കറിയാം. അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ രാജാവിൻ്റെ റൂം ആണ് വെളിപ്പാട് പുസ്തകം. ദ മാഗ്നിഫിഷ്യൻ്റ് റൂം ഓഫ് ദ കിങ്. മഹാരാജാവിൻ്റെ റൂമാണ് ഈ വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് തന്നെ ഈ അതിലേക്ക് കയറുന്നത്, മഹാരാജാവിൻ്റെ മുറിയിലേക്ക് നമ്മൾ കയറുമ്പോൾ വളരെ പരിഭാവനതയോടെ, ശ്രദ്ധയോടെ നമ്മൾ ഇതിലേക്ക് കയറണം. മഹാപുരോഹിതൻ എങ്ങനെയാണോ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചത് പഴയ നിയമകാലത്ത്, അതേ അവസ്ഥയിൽ എങ്ങനെയാണ് മഹാപുരോഹിതൻ പ്രവേശിച്ചത്? വളരെ പരിശുദ്ധിയോടെ യാഗങ്ങളെല്ലാം അർപ്പിച്ച് ഭയത്തോടെ ആണ് അതിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളും ഈ മോസ്റ്റ് ഹോളി പ്ലേസ് ആയിരിക്കുന്ന വേദപുസ്തകത്തിലെ ഈ പുസ്തകത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ വളരെ ബഹുമാനത്തോടും ഭക്തിയോടും വിശുദ്ധിയോടും നമ്മളിതിനെ സമീപിക്കേണ്ടി ഇരിക്കുന്നു. പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമാണ് ദാനിയേൽ. പുതിയ നിയമത്തിലെ 27ാമത്തെ പുസ്തകവുമാണ് വെളിപ്പാട്. ഈ ദാനിയേലും വെളിപ്പാടും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ദാനിയേലിനെ നോക്കി പ്രിയ പുരുഷനായ ബിലവഡ് ഡാനിയേൽ എന്ന് ദൈവം പറയുമ്പോൾ ഇവിടെ യോഹന്നാനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ബിലവഡ് ജോൺ എന്നാണ്.
രണ്ടുപേരും ഈ പുസ്തകം എഴുതുന്നത് അവരുടെ പ്രായ ആധിക്യത്തിലാണ്. 90 വയസ്സുള്ളപ്പോഴാണ് ദാനിയേലും എഴുതുന്നത്, ഇവിടെ യോഹന്നാനും ഈ പുസ്തകം എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ സമാനതകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ബുക്ക് ഓഫ് ആക്ഷനാണ്. പല കാര്യങ്ങളും നടക്കുകയാണ്. തിയറിറ്റിക്കലായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഫിലോസഫിക്കലായിരിക്കുന്ന കോൺസെപ്റ്റ് വൈസുള്ള കാര്യങ്ങളല്ല, അതിനേക്കാളും കൂടുതലായിട്ട് ആക്ഷൻ ഓറിയൻറ്റഡ് കാര്യങ്ങൾ നടക്കുക, ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ നമ്മൾ ഒരു ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു രണ്ട് പ്രത്യേകത എന്ന് പറയുന്നത്, ദർ ഇസ് എ ഗുഡ് ആൻഡ് ദർ ഇസ് ഈവിൾ. നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. ഈ നന്മയും തിന്മയും തമ്മിൽ എപ്പോഴും ഫൈറ്റും ഉണ്ട്, യുദ്ധവുമുണ്ട്. അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റാണ് ഈ പുസ്തകത്തിൽ കൂടി നമ്മൾ കാണുന്നത്. അപ്പോൾ നന്മ ഒരു സൈഡിൽ, തിന്മ. അപ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ളതായിരിക്കുന്ന ഷാർപ്പായിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളും യുദ്ധങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഈ പുസ്തകം. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകം പഠിക്കുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ, സാധാരണ രീതിയിൽ ഇങ്ങനെ ഓടിച്ച് വായിച്ച് നോക്കി പോകാൻ പറ്റിയൊരു പുസ്തകമല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഇച്ചിരി ശ്രദ്ധയൊക്കെ നമുക്കെല്ലാവർക്കും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഈ ശ്രദ്ധ നമുക്ക് ഇതിനോട് വേണം. ഇത് ബുദ്ധിമുട്ടായതുകൊണ്ട്, ഈ പുസ്തകം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാർട്ടിൻ ലൂതർ കിങ് ഇതിനെ തിരസ്കരിച്ചു. എന്ന് പറഞ്ഞാൽ ലൂതറിൻ്റെ ശ്രദ്ധ കൂടുതലും അവിടെ രക്ഷിക്കപ്പെടുന്ന രക്ഷ എന്നുള്ള വിഷയത്തിലും വിശ്വാസം എന്നുള്ള വിഷയത്തിലും ആയിരുന്നതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വലിയ ശ്രദ്ധ പോയുമില്ല. ആൻഡ് ഹി ഇഗ്നോർഡ് ഇറ്റ്. ജോൺ കാൽവിൻ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. കാൽവിൻ ഇതിനെക്കുറിച്ച് പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല. എന്നാൽ ഇതെല്ലാം നമ്മൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കുന്ന വളരെ ആഴത്തിലുള്ളതായിരിക്കുന്ന ട്രഷർ, സമ്പത്ത്, നിക്ഷേപം നമുക്കിവിടെ നിന്ന് എടുക്കുവാനായിട്ട് കഴിയും. റെവലേഷൻ ഈസ് എ ബുക്ക് ഓഫ് ഇൻസ്പിരേഷൻ. അതായത് ദൈവം ഇൻസ്പയർ ചെയ്തിട്ട് ഡിവൈൻലി ഇൻസ്പയർഡ് ആയിട്ട് ഒരു പ്രത്യേകത രീതിയിൽ എഴുതിയിരിക്കുന്നൊരു പുസ്തകമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുന്നൊരു പുസ്തകമാണ്. അതേസമയം മനുഷ്യൻ്റെ ഏറ്റവും താണ അവസ്ഥയെക്കുറിച്ച് പറയുന്നൊരു പുസ്തകമാണ്. പാപത്തിൻ്റെ ഭയങ്കരത്വത്തെക്കുറിച്ച് പറയുന്നതാണ്, ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ്, ഈ ലോകത്തോട് നമ്മൾ അനുരൂപരായാൽ വരുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് പറയുന്നതാണ്, ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. യേശു ക്രിസ്തുവിന് സാത്താനുമേൽ ജയിക്കുന്നതായിരിക്കുന്ന മഹത്തരമായിരിക്കുന്ന വിജയത്തെക്കുറിച്ച് പറയുന്നൊരു പുസ്തകമാണ്. അപ്പോൾ ഇത്രയും പ്രത്യേകതകളുള്ള ഒരു പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. അപ്പോൾ പഠിക്കണോ വേണ്ടയോ? പഠിക്കണം. നമ്മളപ്പോൾ ഇത് പഠിക്കണം. നമ്മുടെ ആയുസ്സിൽ നമ്മൾ ആരോഗ്യത്തോടും ബലത്തോടും ബുദ്ധിയോടും ഒക്കെ ഇരിക്കുന്ന സമയത്ത്, സെൻസോടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇത് പഠിക്കാനായിട്ട് ലഭിച്ചിരിക്കുന്നതായിരിക്കുന്ന ഒരു അവസരമാണ്. വന്നവരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇത് യൂട്യൂബ് വഴി കേൾക്കുന്നവരെ ഓർത്തും ഞാൻ നന്ദി പറയുന്നു. ഇത് മിസ് ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. ഓക്കെ, എന്നാൽ നമുക്കതുകൊണ്ട് ഈ പഠനം നമുക്ക് തുടങ്ങാം. 1-ാം അധ്യായം 3-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിലെ ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അപ്പം ഞാൻ പറഞ്ഞ കാര്യമല്ല ഇത്. എന്തൊക്കെയാ? ദ റീഡർ, ദ ഹിയറർ ആൻഡ് ദ കീപ്പർ. 3 പേരെക്കുറിച്ച് അവിടെ പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ഉള്ള പുസ്തകമാണ്. ഇത് വായിക്കുകയും പഠിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നത്. അത് വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും. അപ്പോൾ എല്ലാവർക്കും ഭാഗ്യം പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് ഇത് പാലിക്കുന്നവർക്ക് പ്രത്യേകമായിരിക്കുന്ന ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. പിന്നെ റിവീൽസ് ഗോഡ്സ് പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്തുകയാണ്. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ദൈവം പറഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ ലോകത്തോട് ഞാൻ ഇങ്ങനെയാണ് ഇടപെടാൻ പോകുന്നത് എന്ന് ദൈവം പറയുമ്പോൾ നമുക്കതിനെ തിരസ്കരിക്കാനായിട്ട് ഒക്കുമോ? ദൈവം നമ്മുടെ കൈകളിലേക്ക് തന്നിരിക്കുക. പിന്നെ കംപ്ലീറ്റ് ദ സർക്കിൾ ഓഫ് ബിബ്ലിക്കൽ ട്രൂത്ത്സ്. ബൈബിൾ സത്യങ്ങളുടെ ആകത്തുകയാണ്. എല്ലാം ചേർത്ത് അത് പൂർത്തീകരിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നതാണ് ഈ വെളിപ്പാട് പുസ്തകം.
നമ്മുടെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും. തിന്മയ്ക്ക് എപ്പോഴാണ് ദൈവം ശിക്ഷാവിധി നൽകുന്നത്? ഇതൊക്കെ നമുക്കിവിടെയാണ് മനസ്സിലാകുന്നത്. നമ്മൾ ടൈം ഫ്രെയിം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഇത്രയും ദുഷ്കർമ്മികൾ, ഇത്രയും തെറ്റായിട്ടുള്ളവർ, ഇത്രയും വൃത്തികേട് ചെയ്യുന്നവർ, ഇത്രയും തിന്മ ചെയ്യുന്നവരൊക്കെ ഈ ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ അത് എപ്പോൾ അവർക്ക് ശിക്ഷാവിധി ലഭിക്കുമെന്നുള്ളത് നമുക്ക് ഉത്തരമില്ല. എന്നാൽ അത് കിട്ടും എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ വരികയാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് പലതിൻ്റെയും ഉത്തരം ലഭിക്കുന്ന സ്ഥലമാണ് ഇത്. ഇനിയും ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻസ് പോകുന്നില്ല, കാരണം സമയം നമുക്ക് ഒത്തിരി എടുക്കും. അതുകൊണ്ട് ചുരുക്കിയും സ്പീഡിലുമായിരിക്കും ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇടയ്ക്കൊന്നും ശ്രദ്ധ പോകാതിരുന്നാൽ നല്ലത്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനോഹരമായിരിക്കുന്ന ഒരു പറുദീസയെക്കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അത് അത്ഭുതകരമായിരിക്കുന്ന പറുദീസയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ജീവവൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകത്തിലും ജീവവൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ മനുഷ്യൻ്റെ ആദ്യ മത്സരം ദൈവത്തിന് വിരോധമായിരിക്കുന്ന മത്സരമാണെങ്കിൽ ഇവിടെ അവസാന മത്സരമാണ്. അവിടെ തിന്മ ആരംഭിക്കുന്നു, ഇവിടെ തിന്മ അവസാനിക്കുകയാണ് വെളിപ്പാടിൽ. അവിടെ ദുഃഖമാണ്, ഇവിടെ കണ്ണുനീരില്ല. ഇതൊക്കെയാണ് വ്യത്യാസം. അവിടെ മരണത്തെക്കുറിച്ച് ആദ്യത്തെ മരണം അവിടെ കാണുന്നുണ്ട്, എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഇനി മരണമില്ല എന്നുള്ളൊരു പ്രോമിസാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ശാപം ആരംഭിക്കുകയാണ്, എന്നാൽ ഇവിടെ ശാപം നീക്കിയിരിക്കുകയാണ്. അവിടെ പിശാചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, പരിചയപ്പെടുത്തുകയാണ് നമുക്ക്. എന്നാൽ ഇവിടെ സാത്താൻ്റെ അവസാനം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഇത്രയും കമ്പാരിസൺ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാടും തമ്മിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്ന, ഉൽപ്പത്തി പുസ്തകം പാസ്റ്റ് ആണെങ്കിൽ വെളിപ്പാട് പുസ്തകം ഫ്യൂച്ചറാണ്. മനസ്സിലായല്ലോ? ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കണം, വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. ബിക്കോസ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്, എന്താണ് അവിടെ നടന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഞാനെപ്പോഴും പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കേണ്ട രണ്ട് പുസ്തകങ്ങൾ ഉൽപ്പത്തി പുസ്തകമാണ്, വെളിപ്പാട് പുസ്തകമാണ്. ഇടയിൽ ദാനിയേലും അതിനോട് ചേർന്ന് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ കോൺട്രാസ്റ്റ് മനസ്സിലായി. ഇനി ഇതെങ്ങനെയാണ് ഈ പുസ്തകം പഠിക്കേണ്ടത്? ഈ പുസ്തകം പഠിക്കുന്നതിന് ഗോൾഡൻ റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനാണ് ഒന്നാമത്തെ കാര്യം. വാട്ട് ഈസ് ഗോൾഡൻ റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ? എങ്ങനെയാണ് വ്യാഖ്യാനം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു നിയമം ഉണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും, ഇതറിയാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുകയാണ്. വാട്ട് ഈസ് ദ ഗോൾഡൻ റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ? ഇത് വെളിപ്പാട് പുസ്തകത്തിന് മാത്രമല്ല, എല്ലാ പുസ്തകത്തിലും ഏത് വാക്യം നിങ്ങളെടുത്താലും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും വാക്യങ്ങളെടുത്ത് വ്യാഖ്യാനിക്കുന്നത് തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ നമ്മുടെ വചന ശുശ്രൂഷകളിലും നമ്മുടെ സാക്ഷ്യം പറയുമ്പോഴും നമ്മൾ ചെറിയ വർഷിപ്പ് തോട്ട് പറയുമ്പോഴൊക്കെയും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് യുവാക്കളോട് ഞാനിത് വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്, ഇൻ്റർപ്രിട്ടേഷൻ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. തോന്നുന്ന പോലെ നമുക്ക് ഒരു കാര്യത്തെയും ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് കഴിയുകയില്ല, പാടില്ല ബൈബിളിൽ. അപ്പോൾ ബൈബിളിൽ പന പോലെ തഴയ്ക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പനയല്ല അവിടെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ പനയെക്കുറിച്ച് വിസ്തരിച്ചൊരു പ്രസംഗം പ്രസംഗിക്കുന്നത് ശരിയായ കാര്യമല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? അപ്പോൾ ഇതിനിടയിൽ ഞാൻ ചില ഇൻ്റർപ്രിട്ടേഷൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവിടെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ എന്ത് അടിസ്ഥാനത്താണ്, എന്ത് വാക്യത്തിൽ എന്ത് കാര്യമാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ റൂൾ ഞാൻ പറയാം. വെൻ ദ പ്ലെയിൻ സെൻസ് ഓഫ് സ്ക്രിപ്ചർ മേക്സ് കോമൺ സെൻസ്, സീക്ക് നോ അതർ സെൻസ് എന്ന് പറഞ്ഞാൽ, കോമൺ സെൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അനാവശ്യമായിരിക്കുന്ന സെൻസ് വെക്കാൻ പാടില്ല. അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ടുപോയ വിറക് എന്തിനെ കുറിക്കുന്നു? മനസ്സിലായോ? അവിടെ വിറക് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് എ റോങ് ഇൻ്റർപ്രിട്ടേഷൻ. അവിടെ പ്ലെയിൻ സെൻസിൽ നമുക്ക് എന്ത് മനസ്സിലാകുന്നു? വിറക് കൊണ്ടുപോയി, അത്രയേ ഉള്ളൂ. അതിനെ വിറക് ഇതാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകും. അങ്ങനെ പല വ്യാഖ്യാനങ്ങളും വലിയ വേദപണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വ്യാഖ്യാനം നമ്മൾ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. ശ്രദ്ധിക്കണം, നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു വാക്യത്തെ എടുത്ത് വ്യാഖ്യാനിക്കേണ്ടതെന്നുള്ളത്. സോ വെൻ ഇറ്റ് ഗീവ്സ് എ പ്ലെയിൻ സെൻസ്, ഞാനതവിടെ എഴുതിയിട്ടില്ല. സ്ക്രിപ്ചർ വാക്യങ്ങൾ പ്ലെയിനായിട്ട് നമുക്ക് മനസ്സിലാകുമെന്നുണ്ടെങ്കിൽ അതിനെ വേറെ അർത്ഥത്തിൽ അനാവശ്യമായിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല. രണ്ടാമത്തെ ഗോൾഡൻ റൂൾ, രണ്ട് റൂൾസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, ടേക്ക് എവ്രി വേർഡ് at its primary
ഓർഡിനറി, യൂഷ്വൽ, ലിറ്ററൽ മീനിങ് അൺലെസ് ഇൻഡിക്കേറ്റഡ് അതർവൈസ്. എന്ന് പറഞ്ഞാൽ ഓരോ വാക്കുകളുടെയും പ്രൈമറി ആയിരിക്കുന്ന, സാധാരണമായിരിക്കുന്ന, ലിറ്ററൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതേ അർത്ഥത്തിൽ എടുക്കേണ്ട അർത്ഥത്തിലേ എടുക്കാവൂ, അല്ലാതെ അത് വ്യാഖ്യാനിക്കാൻ പാടില്ല. മനസ്സിലായോ? ശ്രദ്ധിക്കുന്നുണ്ടോ ഇത്? ദയവ് ഇത് ഇനി ആരും പ്രസംഗിക്കുമ്പോഴോ ഇത് ചെയ്യുമ്പോഴോ ഇങ്ങനെയുള്ള വ്യാഖ്യാനം ചെയ്യരുത്. അതിനാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആരും ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മുടെ ചിന്തകളിലൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോഴോ ഇപ്പോഴെങ്കിലും നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ പ്രൈമറി ആയിരിക്കുന്ന, ഓർഡിനറി ആയിരിക്കുന്ന, സാധാരണമായിരിക്കുന്ന, യൂഷ്വൽ ആയിരിക്കുന്ന, ലിറ്ററൽ ആയിരിക്കുന്ന അർത്ഥം വാക്യത്തിനുണ്ടെങ്കിൽ, ആ വാക്കുകൾക്കുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അപ്പോൾ ഈ 2 ഗോൾഡൻ റൂള് ഞാൻ പറഞ്ഞല്ലോ, ഈ 2 റൂളും വെച്ചാണ് വെളിപ്പാട് പുസ്തകവും വ്യാഖ്യാനിക്കേണ്ടത്. എവിടെയാണോ ആവശ്യം, കൂടുതൽ ഡീപ്പറായിരിക്കുന്ന വ്യാഖ്യാനം ആവശ്യമായിരിക്കുന്നത്, അവിടെ മാത്രമേ അത് ചെയ്യൂ. വെൻ ദ സിറ്റുവേഷൻ വാറണ്ട്സ്, അതായത് അവിടെ അക്കാര്യം ആവശ്യമാണെന്നുണ്ടെങ്കിൽ, പ്രകടമായിരിക്കുന്ന അർത്ഥം അവിടെ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ പുറകിലുള്ള ഡീപ്പറായിരിക്കുന്ന അർത്ഥത്തിലേക്ക് നമ്മൾ പോകണം. മനസ്സിലായത് ആകുന്നുണ്ടല്ലോ? അപ്പോൾ പ്രാഥമികമായിരിക്കുന്ന ഒരു അർത്ഥം, പ്രകടമായിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു അർത്ഥം അതിലില്ല എന്നുണ്ടെങ്കിൽ, അത് വെളിപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഡീപ്പർ മീനിങ്ങിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ഈ വെളിപ്പാട് പുസ്തകവും മനസ്സിലാക്കുക. പിന്നെ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഞാൻ ഈ ഗോൾഡൻ റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ പറഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ another two things are there. One is, ചില കാര്യങ്ങൾ നടക്കുന്നത് സ്വർഗത്തിലാണ്, ചില കാര്യങ്ങൾ നടക്കുന്നത് ഭൂമിയിലാണ്. ഇത് ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകം പഠിക്കും. ഇതൊക്കെ എഴുതുകയോ മനസ്സിലാക്കിയോ ഓർമ്മയോ വെച്ചിരിക്കണം. ഇനിയുള്ള ക്ലാസ്സുകളിൽ വരുമ്പോൾ 3 അധ്യായങ്ങളല്ല, ഇനിയുള്ള 3 കഴിഞ്ഞിട്ടുള്ള അധ്യായങ്ങൾ വരുമ്പോഴത്തേന് കൂടുതൽ നമ്മൾ പോകുമ്പോഴത്തേന് ഇത് ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നതായിരിക്കും. ചില കാര്യങ്ങൾ സ്വർഗത്തിൽ നടക്കുന്നു, ചില കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. സോ സം സീൻസ്, ഒരു നാടകത്തിൻ്റെയോ ഒക്കെ ഒരു സീനായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു രംഗം അവിടെ നടക്കുക, സ്വർഗത്തിൽ നടക്കുക, അതങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇനി ഉടനെ അങ്ങോട്ട് ഭൂമിയിലെ സീൻ വരികയാണ്. അപ്പോൾ രംഗങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ രസമല്ലേ? ഓരോ രംഗം ഇങ്ങനെ സ്വർഗം, പിന്നെ ഉടനെ നരകം, ഇങ്ങനെ സീൻസ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇനി അടുത്തൊരു പ്രത്യേകത ഉണ്ട്. രണ്ടാമത്തെ കാര്യം, സ്വർഗത്തിൽ നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ അതിൻ്റെ എഫക്റ്റ്, പ്രതിഫലനം ഭൂമിയിൽ നടക്കും. അപ്പോൾ അവിടെയാണ് നടക്കുന്നത്, ആക്ടിവിറ്റി അവിടെയാണ് നടക്കുന്നത്, പക്ഷെ അതിൻ്റെ പ്രതിഫലനം ഇവിടെ നടക്കുന്നു. ബുദ്ധിമുട്ടായോ? മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലല്ലേ? ശ്രദ്ധ ട്രാക്ക് പോയവർക്ക് പിന്നെ വീണ്ടും ഇതിലേക്ക് വന്ന് വീഴാൻ ഇച്ചിരി ബുദ്ധിമുട്ടും, ഇച്ചിരി സമയം എടുക്കും, കുഴപ്പമില്ല. അപ്പോൾ വേറെ ഒന്നും ഇപ്പോൾ നമ്മൾ ചിന്തിക്കില്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും ചിന്തിക്കുക. 1 മണിക്കൂർ നമ്മൾ ടൈം ഓഫ്, ബ്രെയിൻ ഓഫ് എടുക്കുക, ഇവിടെ മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, വേറെ കാര്യങ്ങളുടെ കൂടെ നമുക്കിത് ചെയ്യാനായിട്ട് പ്രയാസമാണ്. ഒരു കാര്യം നമുക്കൊക്കത്തില്ല. മൾട്ടി ടാസ്കിങ് എന്നൊക്കെ പറയുന്നതൊന്നും ഇറ്റ് നെവർ വർക്ക്സ്. മൾട്ടി ടാസ്കിങ്ങിലൊന്നും വിശ്വസിക്കല്ലേ. മൾട്ടി ടാസ്കിങ് എന്ന് എല്ലാവരും പറയും, പക്ഷേ മൾട്ടി ടാസ്കിങ് ഒന്നും പറ്റത്തില്ല. നമ്മൾ ഇൻ്റർമീഡിയറ്റ് ടക്കെന്ന് മാറ്റിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഒരു കാര്യം ചിന്തിക്കും, ഒരു കാര്യം മാറും. ഓക്കെ, അതാണ് ഈ പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതൊക്കെ ലിമിറ്റഡ് ഇതാണ്. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, സ്വിച്ച് ചെയ്യുന്നതാണ്. ഒരേ സമയം 2 കാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഇതിൽ ഞാൻ ഭയങ്കര മൾട്ടി ടാസ്കിങ് ആണ്. മൊബൈലിൽ നോക്കുക, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് വർക്ക്. ഓക്കെ, മൊബൈലിലൊക്കെ ശ്രദ്ധ പോകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യുന്നില്ല. ദൈവത്തിന് അത് ഞാൻ നന്ദി പറയുക. ഓക്കെ, നൗ വിൽ മൂവ് ഫോർവേഡ്. സം സീൻസ് ആർ ഹാപ്പനിങ് ഇൻ ഹെവൻ ആൻഡ് ദ എഫക്റ്റ് ഈസ് ഓൺ ദ എർത്ത്. ഭൂമിയിൽ നടക്കും. ഇനി പഠിക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ക്രോണോളജിക്കലല്ല, സമയത്തിൻ്റെ ക്രമത്തിലല്ല നടക്കുന്നത്. ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞത്. വളരെ പ്രിസൈസായിട്ട് 5-ാം നാൾ, 6-ാം നാൾ, 7-ാം നാൾ, അല്ലെങ്കിൽ 1-ാം വർഷം, 2-ാം വർഷം എന്നുള്ള നിലയിലല്ല. വലിയൊരു സമയത്തിൻ്റെ അകത്ത് മാറി മാറി വരുന്ന സമയങ്ങളാണ്. ഇനി പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ അങ്ങോട്ട് മനസ്സിലാകത്തില്ല. ഇനി അതങ്ങോട്ട് ക്ലാസ്സിലോട്ട് നമ്മൾ ഡീപ്പറായിട്ട് പോകുമ്പോൾ മനസ്സിലാകും. വലിയൊരു സമയത്തിൻ്റെ ഒരു ഫ്രെയിമുണ്ട്, ബിഗ് ടൈം ഫ്രെയിം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പല ടൈം
പല ടൈം ഫ്രെയിംസിൻ്റെ അകത്താണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് പഠിക്കാനായിട്ട് പോകുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞാൽ ഈ മുദ്രകളുടെ ന്യായവിധി പഠിച്ചോ? കണ്ടോ? ആരും വായിച്ചിട്ടുണ്ടോ? ഞാനിത് പറയുമ്പോഴേ വെളിപ്പാട് പുസ്തകത്തിൽ മുദ്രകൾ പൊട്ടിച്ചപ്പോൾ അല്ലേ, തലയാട്ട് അറിയത്തില്ലെങ്കിൽ മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ന് വായിക്കുന്നുണ്ട്. ഈ മുദ്ര പൊട്ടിച്ചതിന് ശേഷമാണ് പിന്നെ കാഹളങ്ങളുടെ ന്യായവിധി വരുന്നത്. പിന്നെയാണ് നമ്മൾ വായിക്കുമ്പോൾ കലശങ്ങളുടെ ഇത് വരുന്നത്. വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടുണ്ട്, മറന്നുപോയി കാണും. എന്നാലും അടുത്ത ക്ലാസ്സിന് വരുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ ചില അധ്യായങ്ങളൊന്ന് വായിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് റിലേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ കലശങ്ങളുടെ മുദ്രകൾ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന ന്യായവിധി കഴിഞ്ഞിട്ടാണ് വരുന്ന പോലെയാണ് നമ്മൾ ഈ കാഹളങ്ങളുടെ ന്യായവിധി കാണുന്നത്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഏഴാമത്തെ മുദ്രയുടെ അകത്തിരിക്കുന്നതാണ് 7 കാഹളങ്ങൾ. കിട്ടുന്നുണ്ടോ? മുദ്രകൾ 7 ആ 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ 7 കാഹളങ്ങളിൽ വരുന്നുണ്ട്. ഈ 7 കാഹളങ്ങളിൽ 7ാമത്തെ കാഹളത്തിൻ്റെ സമയത്ത് നടക്കുന്നതാണ് കലശങ്ങൾ, ബൗൾസ്. ഓക്കെ, അപ്പോൾ ഒരു വലിയ ടൈം ഫ്രെയിമിൻ്റെ അകത്ത് ഉള്ള ടെലസ്കോപ്പിക്കാണത്, ടെലസ്കോപ്പിക് പോലെ. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന സമയത്തിൻ്റെ ക്രമീകരണം അത് പഠിക്കുമ്പോൾ ഇത് മനസ്സിലാവും കേട്ടോ. ദയവ് ചെയ്ത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കരുത്. ഓക്കെ, ഇത് വലിയ ബുദ്ധിയുള്ളവർ മാത്രം പഠിക്കുന്നൊരു കാര്യമല്ല, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ശ്രദ്ധ മാത്രം മതി. അതുകൊണ്ട് എനിക്ക് അറിവ് കുറവാണ്, എനിക്ക് ബുദ്ധി കുറവാണ്, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ദിസ് വാസ് റിട്ടൺ ബൈ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എഴുതിയ. നമ്മുടെ കൂടെ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ഇത് പറഞ്ഞു തരുന്നത് ആരാണ്? ബാബുജോണല്ല, പരിശുദ്ധാത്മാവാണ് പറഞ്ഞു തരുന്നത്. സോ ഡിപ്പെൻഡ് അപ്പോൺ ദ ഹോളി സ്പിരിറ്റ്. അവനിൽ ആശ്രമിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി ഇതിലെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് 4 വിധത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. വൺ ഈസ് പ്രീറ്ററിസ്റ്റ് ഇൻ്റർപ്രറ്റേഷൻ, ഭൂതകാല വ്യാഖ്യാനം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്കൻഡ് വൺ ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ്റർപ്രറ്റേഷൻ, അത് ചരിത്രപരമായിരിക്കുന്ന വ്യാഖ്യാനം. 3 സ്പിരിച്വലൈസിങ് ഇൻ്റർപ്രറ്റേഷൻ, അതായത് ആത്മീയവൽക്കരിച്ചു കൊണ്ടുള്ള വ്യാഖ്യാനം. 4 ഭാവികാല വ്യാഖ്യാനം, ഫ്യൂച്ചറിസ്റ്റ് ഇൻ്റർപ്രറ്റേഷൻ. 4 വിധത്തിലാണ് ഈ വെളിപ്പാട് പുസ്തകം ഇൻ്റർപ്രറ്റ് ചെയ്ത്. പേടിക്കൊന്നും വേണ്ട, ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സിലാക്കാൻ എളുപ്പമാണ്. വാക്കുകളൊന്നും കണ്ട് പേടിക്കണ്ട. ഓക്കെ, ഈ ജാർഗണൊന്നും പ്രത്യേകിച്ച് പേടിക്കാനുള്ള ജാർഗണല്ല. മലയാളത്തിൽ അത് സിമ്പിളായിട്ടുണ്ട്. ഭൂതകാല വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ നടന്നു കഴിഞ്ഞ സംഭവങ്ങളാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ സംഭവങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം 1-ാമത്തെ നൂറ്റാണ്ടിൽ, റോമൻ സാമ്രാജ്യത്തിൻ്റെ 1-ാമത്തെ നൂറ്റാണ്ടിൽ നടന്ന സംഭവങ്ങളാണ് എന്ന് പറയുന്നതാണ്. പിടികിട്ടിയോ? അപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക്കലായിരിക്കുന്ന പുസ്തകമാണ്. യോഹന്നാൻ ഇത് എഴുതുമ്പോൾ സംഭവങ്ങളെല്ലാം നടന്നുപോയി, കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ ആണുള്ളതാണ് ഈ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു പ്രവചനമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകുമ്പോൾ അവിടെ പ്രവചനം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഓക്കെ, പ്രവചനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഉപദ്രവങ്ങളുണ്ടല്ലോ, ശിക്ഷാവിധികളുണ്ടല്ലോ, ന്യായവിധികളുണ്ടല്ലോ, ഇതൊന്നും ഈ രീതിയിൽ നടന്നിട്ടില്ല. ചരിത്രപരമായ ചരിത്രരേഖകളിൽ നീറോയുടെ സമയത്തോ ഡൊമീഷ്യൻ്റെ സമയത്തോ ഇതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇത് ചരിത്രപരമായിരിക്കുന്ന വ്യാഖ്യാനം തെറ്റാണ്, വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. പക്ഷേ ചരിത്രപരമായിട്ട് ഇതിനെ വ്യാഖ്യാനിച്ച് ചിന്തിക്കുന്ന അനേക സ്കോളേഴ്സ് ഉണ്ട്, അത് ഓർത്തിരിക്കണം. സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലിബറൽ സ്കോളേഴ്സ്, സ്വതന്ത്രമായിട്ട് ബൈബിളിനെ കാണുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ലിബറൽ സ്കോളേഴ്സ് ഉണ്ട്. വളരെ ലൂസായിട്ടാണ് ബൈബിളിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവർ വെളിപ്പാട് പുസ്തകത്തെ നടന്ന സംഭവങ്ങളായിട്ടാണ് പറയുന്നത്, അക്ഷമരായി തുടങ്ങുന്നതിന് മുമ്പായിട്ട്. ഞാൻ അടുത്തതുകൂടെ പറയാം. സെക്കൻഡ് തിങ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ്റർപ്രറ്റേഷൻ, ചരിത്രപരമായിരിക്കുന്ന വ്യാഖ്യാനം. ഇത് രണ്ടാമത്തെ രീതിയിൽ വ്യാഖ്യാനം ചെയ്യുന്നതാണ്. ഇത്
ഹിസ്റ്റോറിക്കലായിട്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് സഭാചരിത്രത്തിൽ 1-ാം നൂറ്റാണ്ടൊന്നുമില്ല, സഭാചരിത്രത്തിൽ നടന്ന പല സംഭവങ്ങൾ, ഉദാഹരണത്തിന് ഇസ്ലാം ഭൂമിയിലേക്ക് വന്നത്, അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭ ഉണ്ടായത്, അതിനകത്ത് നടന്നതായിരിക്കുന്ന സംഭവങ്ങൾ, ഇങ്ങനെയുള്ള, പിന്നെ നമ്മുടെ ഈ വിപ്ലവങ്ങളൊക്കെ നടന്നില്ലേ, ഫ്രഞ്ച് വിപ്ലവം, ഇങ്ങനെയൊക്കെ നടന്നത്, ഇതെല്ലാം ഈ വെളിപ്പാട് പുസ്തകത്തിൽ കൊണ്ട് ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. അപ്പോൾ ആ ചരിത്രപരമായിരിക്കുന്ന വ്യാഖ്യാനം നമുക്ക് തെറ്റാണ്. കാരണം ഇതൊരു പ്രവചനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തള്ളിക്കളയാൻ പറ്റത്തില്ല. റിഫോമിസ്റ്റുകളെന്ന് കേട്ടിട്ടുണ്ടല്ലോ. മാർട്ടിൻ ലൂഥറിന് ശേഷം വന്ന റിഫോർമിസ്റ്റുകൾ, അതായത് നമ്മുടെ നവീകരണം ചെയ്യാനായിട്ട്, സഭയെ നവീകരിക്കാനായിട്ട് ശ്രമിച്ച, മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചവരൊക്കെ ഇത് വിശ്വസിച്ചിരുന്നവരാണ്. മൂന്നാമത്തത് സ്പിരിച്വലൈസിങ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആത്മീകരിച്ചുകൊണ്ടുള്ള വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ലിറ്ററലി നടക്കുന്ന കാര്യമല്ല, ഇത് ആത്മീയമായിരിക്കുന്ന പോരാട്ടങ്ങളാണ് എന്ന് പറയുന്നത്. ആത്മീയമായിരിക്കുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന, ആത്മീയ നിലയിൽ ഉണ്ടാകുന്ന പോരാട്ടങ്ങളെക്കുറിച്ചാണ് ബൈബിളിൽ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോഴേ ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മിത്തുകളായിട്ട്, ഐതിഹ്യങ്ങളായിട്ട്, കഥകളായിട്ട് അത് മാറാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ഈ വ്യാഖ്യാനം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഈ സഹസ്രാബ്ദ വാഴ്ച ഇല്ലെന്ന് പറയുന്നവരും അതിനോട് ചേർന്ന് നിൽക്കുന്ന സഹസ്രാബ്ദ വാഴ്ചയെ തിരസ്കരിക്കുന്നവരുമായിരിക്കുന്ന ആൾക്കാരെല്ലാം ഈ വ്യാഖ്യാനം പുലർത്തുന്നവരാണ്. ഇനിയുള്ളത് നമ്മൾ പിൻപറ്റുന്ന, നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് 4-ാം അധ്യായം മുതൽ ഉള്ളത്. അപ്പോൾ 1 തൊട്ട് 3 വരെയുള്ള ഒരു അധ്യായത്തെ വെച്ചിട്ട് നമ്മൾ കാണുന്നത് 4 മുതലുള്ള അധ്യായങ്ങളുടെ ആ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അത് ഇറ്റ് ഈസ് ദ പ്രെഡിക്ഷൻസ്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ഇനി നടക്കാൻ പോകുന്നതായിരിക്കുന്ന കാര്യങ്ങൾ. അത് നമ്മൾ ആ രീതിയിൽ ഈ 4-ാം അധ്യായം തൊട്ട് വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരും. എന്തൊക്കെ കറക്റ്റായിട്ട് വരും? ഹെർമനോട്ടിക്കൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് വരും. അതിൻ്റെ ഗ്രാമറ്റിക്കൽ, ഹിസ്റ്റോറിക്കൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഫോളോ ചെയ്യുമ്പോൾ ശരിയായി വരും. ഇതെല്ലാം ചെയ്യും. എല്ലാം ശരിയായ വ്യാഖ്യാനം, ഞാൻ പറഞ്ഞല്ലോ ആ ഗോൾഡൻ റൂള്, അതെല്ലാം പിൻപറ്റിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് 4-ാം അധ്യായം മുതലുള്ള ഈ രീതിയിലുള്ള വ്യാഖ്യാനമാണ്. ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് പൊതുവേ സുവിശേഷ വിഹിത സഭകൾ, ഇവാഞ്ചലിസ്റ്റുകൾ നമ്മളൊക്കെയും പിൻപറ്റുന്നത്, നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ ഈ ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പോൾ എത്ര ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്? 4 ഇൻ്റർപ്രിട്ടേഷൻസ്. ഇവിടെയാണോ എല്ലാവരും? ഓക്കെ, ഇവിടെയാണല്ലോ 4 ഇൻ്റർപ്രിട്ടേഷൻ. ഇവിടെ വന്നപ്പോൾ ഇച്ചിരിയൊക്കെ ഒന്ന് മൈൻഡ് ഡൈവേർട്ടായിട്ടുണ്ട്. സാധാരണ സംഭവിക്കുന്നതാണ്. 1/2 മണിക്കൂറിൽ കൂടുതലായി കഴിയുമ്പോഴത്തേനൊക്കെ ശ്രദ്ധയൊക്കെ ഒന്ന് പോകും. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് വന്നതല്ലല്ലോ ഈ പറയുന്നത്, ഇതൊക്കെ വേറെ ഏതാണ്ടൊക്കെ പറയുന്നു എന്നൊക്കെ ഒരുപക്ഷെ തോന്നിയെന്ന് വരും. ചിലർക്കൊക്കെ സന്തോഷമുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ. ഓക്കെ, പേടിക്കണ്ട, നമുക്ക് വീണ്ടും ഞാനിത് റിപ്പീറ്റ് ചെയ്യും ചില കാര്യങ്ങളൊക്കെ. 3 വരെ ഉള്ളത് അന്ന് എക്സിസ്റ്റ് ചെയ്തതായിരിക്കുന്ന സഭകളെക്കുറിച്ചാണ്. വർത്തമാനകാലം, അതായത് യോഹന്നാൻ എഴുതുമ്പോഴുള്ള വർത്തമാനകാലമാണ്. അപ്പോൾ അത് അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഫേസിൽ നമ്മൾ ആ കാര്യമാണ് കാണുന്നത്. ഭാവിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളത് 4-ാമത്തെ അധ്യായം തൊട്ടുള്ളതിന് വന്നാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ എന്നാൽ ഇത് മനസ്സിലാക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് 3 അധ്യായങ്ങൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം 4-ാം അധ്യായം മുതലുള്ള കാര്യങ്ങൾ. എക്സൈറ്റിംഗ് ആയിരിക്കുന്ന സ്റ്റഡിയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് വെൻ ഐ സ്റ്റഡീഡ്, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായതാണ് വെളിപ്പാട് പുസ്തകം. ഞാൻ പലയിടത്ത് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ശരിക്കും അറ്റൻഡ് ചെയ്തവരെല്ലാം അത് കഴിഞ്ഞപ്പോഴത്തേനും ദേ വെർ എക്സൈറ്റഡ്. ഇപ്പോഴും എന്നെ ഫോൺ ചെയ്ത് ചിലർ പറയാറുണ്ട്, അന്ന് വെളിപ്പാട് പുസ്തകം എടുത്തത് ഇപ്പോഴും ഞങ്ങൾക്ക് എന്തൊരു ത്രില്ലിങ്ങാന്ന് പറയും, എന്തൊരു ഉത്സാഹം നൽകിയതാണെന്ന് പറയും. അതുകൊണ്ട് ഈ പഠനത്തെ ഒട്ടും നമ്മൾ ലൈറ്റായിട്ട് എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഓക്കെ, ഈ പുസ്തകം എഴുതിയത് ആരാ? യോഹന്നാൻ അല്ലേ? ഈ യോഹന്നാൻ ആരാ നമുക്കറിയാം. സെബദി പുത്രന്മാരായിരിക്കുന്ന യാക്കോബ് യോഹന്നാനാണ് എഴുതിയേക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം യോഹന്നാൻ എഴുതി, 3 ലേഖനങ്ങൾ എഴുതി, പിന്നെ
ഈ റെവലേഷനും വെളിപ്പാട് പുസ്തകവും യോഹന്നാനാണ് എഴുതിയത്. യോഹന്നാൻ്റെ പ്രത്യേകത എന്നറിയാം, അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ്റെ പ്രത്യേകത എന്ന് വെച്ച് പറഞ്ഞാൽ ബാക്കിയുള്ള അപ്പോസ്തലന്മാരെല്ലാം കൊല്ലപ്പെടുകയായിരുന്നെങ്കിൽ ഇദ്ദേഹം പ്രകൃതിയുള്ള നാച്ചുറലായിരിക്കുന്ന മരണമായിരുന്നു ഈ യോഹന്നാന് ഉണ്ടായത്. സാധാരണ രീതിയിലുള്ള മരണമാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഹി വാസ് ഇടിമക്കൾ, സൺ ഓഫ് തണ്ടർ എന്നാണ് പറയുന്നതെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ മാറി അപ്പോസ്തലനൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിട്ട് യോഹന്നാൻ മാറി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് എന്നാൽ വളരെ കണിശക്കാരനായിരുന്നു, നിർബന്ധ ബുദ്ധിയായിരുന്നു. ഈ ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും ആരാധിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്ത ആളാണ്. ഡൊമീഷ്യൻ ചക്രവർത്തി പറഞ്ഞു, എന്നെയാണ് ഇനി രാജ്യത്തുള്ള എല്ലാവരും ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തിയോട് എതിർത്ത് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ യഹോവയെ അല്ലാതെ യേശു ക്രിസ്തുവിനെ അല്ലാതെ നിന്നെ ഞാൻ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ യോഹന്നാൻ. എന്ത് ധൈര്യം എന്ന് ആലോചിച്ച് നോക്കണം. ചക്രവർത്തിയെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് പറ്റുകയില്ല, നിന്നെ ആരാധിക്കാൻ പറ്റുകയില്ല. നമ്മളൊക്കെ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മളെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കുന്നവരാണെന്നുള്ളത്. ചെറിയൊരു പ്രോസിക്യൂഷൻ, ചെറിയൊരു ഉപദ്രവം, ചെറിയ ഒരു എന്താ പറയുന്ന ഒരു പ്രശ്നമുണ്ടാകും. ചില കാര്യങ്ങൾ നമുക്ക് എതിർത്ത് നിൽക്കാൻ വലിയ മടിയാണ്. ഉപദേശത്തിൽ എതിർത്ത് നിൽക്കാനൊക്കെ മടിയായി. എന്നാൽ യേശുക്രിസ്തുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്നുള്ള ആ ധൈര്യത്തോടെ ഡൊമീഷ്യൻ ചക്രവർത്തിക്ക് എതിർത്ത് നിന്ന ആളാണ് യോഹന്നാൻ. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? നേരെ നാട് കടത്തി. എവിടെയാ? പത്മോസ് ദ്വീപിലേക്ക്. ശിക്ഷ അവിടെ കൊടുക്കുകയാണ്, പത്മോസ് ദ്വീപിലേക്ക്. എത്ര വർഷം എത്ര നാൾ ഇരിക്കണമെന്നൊന്നും യോഹന്നാൻ അറിയത്തില്ല. ഏകാഗിയായിട്ട് അവിടെ പോകുന്നു, പത്മോസ് ദ്വീപിലേക്ക്. ഓക്കെ, അവിടെ പോയി കുറേ വർഷങ്ങളിരുന്നു. വിലപ്പെട്ടതായിരിക്കുന്ന ഈ പുസ്തകം ദൈവം ദർശനം വഴി നൽകിയത് നമ്മുടെ കൈകളിലേക്ക് എത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ദ റിസൾട്ട്, ചക്രവർത്തിയുടെ നേർക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ റിസൾട്ട് ചെയ്തത് വലിയൊരു ട്രഷറാണ്, ഫ്രൂട്ട് അല്ലേ, വലിയൊരു ട്രഷറായിരുന്നു വന്നത്. നോക്കുക, ദൈവത്തിന് വേണ്ടി നമ്മൾ വില കൊടുക്കുമ്പോൾ, ചില കാര്യങ്ങൾ ധൈര്യമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ റീപ്പ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ അടുത്ത തലമുറയിലോ അനുഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ഇതെപ്പോഴും പറയാറുണ്ട്, നമ്മുടെയൊക്കെ പിതാക്കന്മാരൊക്കെ കൊടുത്ത വിലകൾ അല്ലേ, അല്ലെങ്കിൽ അവരെടുത്തതായിരിക്കുന്ന ത്യാഗം, അതിൻ്റെയൊക്കെ ഫലമാണ് അടുത്ത തലമുറകൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ. ആത്മീയമായിരിക്കുന്ന അനുഗ്രഹമാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ച ഒത്തിരി പേരുണ്ട്. ഇന്ന് നമ്മളെടുക്കുന്നതായിരിക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോഴൊക്കെ വലിയ വിലയൊക്കെ കൊടുത്തെന്ന് വരും. ബട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ്, നമ്മുടെ അടുത്ത തലമുറ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതാണ്. നമ്മൾ വളരെ ചെറുതാന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ എൻ്റെ ഇത്രയും വയസ്സിൽ ഞാൻ പണ്ടൊക്കെ അപ്പച്ചന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊരു അപ്പച്ചനായപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഇറ്റ്സ് ട്രൂ, അത് ശരിയാണ്. ഫിസിക്കലി, ലിറ്ററലി നമ്മുടെ കണ്ണുകൾ കൊണ്ട് ആ വില കൊടുത്തവരെ ദൈവം അനുഗ്രഹിക്കുന്നത് കണ്ട് ദൈവത്തിന് നന്ദി പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്നതായിരിക്കുന്ന തീരുമാനങ്ങൾ ധൈര്യത്തോടെ, യോഹന്നാൻ അങ്ങ് നിന്നതിൻ്റെ എഫക്റ്റാണ്, അതിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ യോഹന്നാന് പിന്നെ ഡൊമീഷ്യൻ ചക്രവർത്തി മരിച്ചുപോയി, പെട്ടെന്ന് മരിച്ചുപോയി. ഉടനെ തിരിച്ച് അദ്ദേഹം എഫെസോസിലേക്ക് വന്ന് യോഹന്നാൻ അവിടെ വെച്ചാണ് മരിക്കുന്നത്. ഇത് AD 96 ഈ സംഭവം ഉണ്ടാകുന്നത്. ഡൊമീഷ്യൻ മരിക്കുന്നതും ഈ യോഹന്നാൻ തിരിച്ച് പത്മോസ് ദ്വീപിൽ നിന്ന് എഫെസോസിലേക്ക് വരികയും അവിടെ വെച്ച് സാധാരണ മരണം പ്രാപിക്കുകയും ചെയ്തതാണ്. അപ്പോൾ യോഹന്നാനാണ് ഈ പുസ്തകം എഴുതിയെന്നുള്ളതിന് തെളിവുകൾ ഒത്തിരി ഉണ്ട്. ഇത് 4 പ്രാവശ്യം യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണോ എന്നുള്ളത്. 3-ാമത്തെ നൂറ്റാണ്ട് വരെ സഭ യുണാനിമസ് ആയിട്ട് നിശ്ചയിച്ചിരുന്ന കാര്യമാണ്. ഇത് സെബദിയുടെ മകനായി യോഹന്നാനാണ് ഈ പുസ്തകം എഴുതിയെന്നുള്ളത്. ഇതൊക്കെ എന്തിനാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും പറയുക ഇത് യോഹന്നാൻ അല്ല എഴുതുക, പിന്നെ ആരെങ്കിലും എഴുതുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ജസ്റ്റിൻ മാർട്ടിയർ AD 135 ഇങ്ങനെയുള്ള ഐറണിയസ് 2-ാം നൂറ്റാണ്ടിൽ ഇവരെല്ലാവരും യോഹന്നാന്, അതായത് യോഹന്നാൻ്റെ കാലത്തിന് ചില നാളുകൾക്ക് ശേഷമുള്ളവർ തന്നെ യോഹന്നാനാണ് ഇത് എഴുതിയെന്ന് പറയുന്നുണ്ട്. ക്ലെമൻ്റ് ഓഫ് അലക്സാൻഡ്രിയ, തെർത്തുല്യൻ, ഈ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഓർഗൻ, ഇവരെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ കർത്താവ് പറഞ്ഞിട്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ, യോഹന്നാനോട് പറഞ്ഞത്, ഹി വിൽ റിമെയിൻ ടിൽ ഐ കം, ഞാൻ വരുന്നതുവരെയും അവന്. അപ്പോൾ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ നിന്നു എന്നുള്ളത് അതിൽ നിന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. ഓക്കെ, ഈ പുസ്തകം എപ്പോഴായിരിക്കും എഴുതിയത് പറയാമോ? ഞാൻ ഇത്രയും പറഞ്ഞത്, ഈ പുസ്തകം ഏത് വർഷം എപ്പോഴായിരിക്കും എഴുതിയത്? AD 90. മോനെന്താ പറഞ്ഞേ?
AD 90 ശേഷം. വെരി ഗുഡ്. AD 90 ശേഷം 96 അടുപ്പിച്ചാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ നിക്കോലാവിയർ എന്ന് പറയുന്ന ഒരു ആൾക്കാരെക്കുറിച്ച്, ഗ്രൂപ്പിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അവർ അതിനുശേഷം വന്നവരാണ്, ഏറ്റവും അവസാനം വന്ന ഒരു, അതായത് ഈ നൂറ്റാണ്ടിൻ്റെ അവസാനം വന്നവരാണ്. അപ്പോൾ അവരെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നതുകൊണ്ട് അതിനുശേഷമാണ് യോഹന്നാൻ ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ സ്മിർന സഭ പൗലോസിന് ശേഷമുള്ള സഭയാണ് സ്മിർന സഭ. അപ്പോൾ പൗലോസിന് ശേഷം, പൗലോസിൻ്റെ മരണത്തിന് ശേഷം ഉണ്ടായ സഭയാണ് സ്മിർന സഭ. അപ്പോൾ ആ സഭയെക്കുറിച്ച് ഇവിടെ പ്രതിപാദനമുള്ളത് കൊണ്ട് അതിന് ശേഷമാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ ഇതിനെ നമുക്ക് പറയാനായിട്ട് എപ്പോഴാണ് എഴുതിയെന്നുള്ളതിനുള്ള കാരണങ്ങൾ, പ്രൂഫ് നമുക്ക് ഉണ്ട്. ക്ഷീണിച്ചില്ലെങ്കിൽ മുമ്പോട്ട് പോകാം നമുക്ക്. വെളിപ്പാട് പുസ്തകത്തെ പൊതുവായിട്ട് ഇനി നമ്മൾ ഇച്ചിലൂടെ അകത്തോട്ട് കയറുക. അപ്പോകാലിപ്സിസ് എന്നാണ് അതിനെക്കുറിച്ച് ഉപയോഗിക്കുന്ന വാക്ക്. അതായത് ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുക, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുക എന്നുള്ളത്. ഇറ്റ് ഈസ് അൺവീലിംഗ് ആണ്, അതായത് തുറക്കുകയാണ്. പക്ഷേ വെളിപ്പാട് പുസ്തകത്തെ സമീപിക്കുമ്പോൾ നമുക്കെപ്പോഴും അതൊരു അടഞ്ഞ പുസ്തകമായിട്ട് നമുക്ക് തോന്നും, അടച്ചിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല. അതെല്ലാം വായിക്കേണ്ട, ഞാൻ പറയുമ്പോൾ നോക്കിയാൽ മതിയേ. ഞാനതിൻ്റെ സ്ക്രോളിങ് കൊടുത്തില്ല, അതുകൊണ്ടാണ് മുഴുവൻ വായിക്കുന്നു. ഓക്കെ. അപ്പോൾ ആൻ അൺവീലിംഗ് ടു ബിക്കം വിസിബിൾ ആൻഡ് ഇറ്റ് ഈസ് അൺവീലിംഗ് ഹും? യേശുക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ഇത്. യേശുക്രിസ്തു അനാവരണം ചെയ്യുകയാണ്. ഈ അപ്പോകാലിപ്സിസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ചില കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞു പോട്ടെ. ആ സമയത്തുള്ള ലിറ്ററേച്ചർ, യോഹന്നാൻ എഴുതുന്ന AD 96-90 മുതലുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനൊരു ലിറ്ററേച്ചർ ഫീൽഡ് ഉണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ദിസ് ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, സൈമൺ സാറിൻ്റെ പാട്ട് പാടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പാടുന്നത്? എങ്ങനെയാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്? ഒരു പ്രത്യേക ക്ലാസിക്കൽ ഇതിൽ നമുക്കിപ്പോൾ പരിചിതമല്ലാത്ത വാക്കുകളൊക്കെ ഉണ്ട്, നമ്മളത് പഠിക്കാൻ ശ്രമിക്കും. സോ ദാറ്റ് വാസ് എ സ്റ്റൈൽ. അന്നുണ്ടായിരുന്ന പാട്ടുകളെല്ലാം തന്നെ ഈ രീതിയിലാണ് എഴുതിയിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേന് TKS എഴുതുമ്പോഴത്തേന് കുറച്ചുകൂടെ സിമ്പിൾ അറിയിക്കുന്ന കാര്യങ്ങൾ, ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളത് പാട്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പാട്ടുകളുടെയൊക്കെ ഒരു വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ആശ്വാസ ഗാനങ്ങളായി ട്രെൻഡ്, ജോർജ് പീറ്ററും ചാൾസ് ജോണും ഒക്കെ ആശ്വാസ ഗാനങ്ങൾ എഴുതാൻ തുടങ്ങി. ചെറിയാൻ സാർ ഇടയിൽ കുറച്ചുകൂടെ തിയോളജിക്കലായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ചെറിയാൻ സാർ എഴുതി. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പോൾ എന്തായി? ഇപ്പോൾ നമ്മുടെ നോർമൽ ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്രത്തോളം, ഞാൻ ഉദാഹരണം പറഞ്ഞ് ഇത്രത്തോളം എന്നുള്ളൊരു വാക്ക് പണ്ടത്തെ കവിതകളിലോ പണ്ടത്തെ ഇതിലോ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രത്തോളം എന്നുള്ള വാക്ക്, ഇത്രത്തോളം എന്നുള്ളൊരു വാക്ക് സാധാരണ നമ്മുടെ ഒരു നോർമൽ യൂസേജിൽ വരുന്ന, ഡെയിലി യൂസ് ചെയ്യുന്ന വാക്കാണ്. അത് പാട്ടിൻ്റെ അകത്തേക്ക് വന്നു, ഒരാൾ എഴുതി, പിന്നെ രണ്ടുപേരായി, അങ്ങനെ പല ഇതിലും ഈ വാക്ക് വന്നു. ഇത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്നത് ദർ ഈസ് എൻ ഇവല്യൂഷൻ, മാറി വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് കുറേ ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മാത്രം, മനസ്സിലാകുന്ന രീതി ആവശ്യമുള്ളത് പറയുക. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ലിറ്ററേച്ചർ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആയിരുന്നു ഈ അപ്പോകാലിപ്സ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ, സ്ട്രെയിറ്റായിട്ട് പറയാതെ ഇച്ചിലൂടെ ഭംഗ്യന്തരേണ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷ്വലായിരിക്കുന്ന എഫക്റ്റൊക്കെ കൊടുത്തിട്ട് എഴുതുന്ന ഒരു രീതി. അതാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത്. സോ ആ രീതിയിൽ ദൈവം ഈ ദർശനത്തെ, ശ്രദ്ധിക്കണേ, ദൈവം ഈ ഭാവിയെ വ്യക്തമാക്കി പറയുവാനായിട്ട് ദൈവം ഉപയോഗിച്ച ഒരു സ്റ്റൈലായിരുന്നു അന്നുണ്ടായിരുന്ന സ്റ്റൈലിൽ തന്നെ യോഹന്നാനോട് എഴുതാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇവിടെ ദൈവം വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കണം എങ്ങനെയാണെന്നുള്ളത്. അത് ഏറ്റവും ഉചിതമായിരിക്കുന്ന രീതിയിൽ, എത്രയും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അന്ന് ആ രീതിയിൽ എഴുതി നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ ഇത് അപ്പോക്കാലിപ്സ് ലിറ്ററേച്ചറിൽ പെട്ടതാണെന്നുള്ളത് മനസ്സിലാക്കി വേണം ഈ പുസ്തകത്തെ നമ്മൾ വ്യാഖ്യാനം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴിത് വ്യക്തമായിട്ട് മനസ്സിലാവും. 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. 1-ാം അധ്യായം 1-ാം വാക്യം. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്.
വേഗത്തിൽ സംഭവിക്കുവാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിനു ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ആർക്കാ പ്രദർശിപ്പിച്ചത്? തൻ്റെ ദാസൻ. അതാണ് ഞാൻ അവിടെ കാണിച്ചു. ഷോൺ ടു ദ ബോണ്ട് സെർവൻസ്. ബോണ്ട് സെർവൻ്റ് എന്നുള്ള വാക്കാണ് അവിടെ, ഡുലോസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബോണ്ട് സെർവൻറ്റ്. എന്താ ബോണ്ട് സെർവൻ്റ് എന്ന് പറഞ്ഞാൽ? അടിമയാക്കി വെച്ചിരിക്കുന്ന, അവിടെ അതാണ് താഴെ എഴുതിയിരിക്കുന്നത്, ബന്ധിച്ച ദാസന്മാരെ കാണിക്കുന്നു. അപ്പോൾ ആ ബന്ധിത ദാസനായിട്ട്, അതായത് അടിമയായിരിക്കുന്ന ദാസൻ, കെട്ടപ്പെട്ടവനായിരിക്കുന്ന ഒരു ദാസനാണ് ഇത് മനസ്സിലാക്കി കൊടുക്കുന്നത്. നിങ്ങളൊരു അടിമയല്ലെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു അടിമയായിട്ട് കർത്താവിൻ്റെ മുമ്പിലാണെങ്കിൽ മാത്രമേ, അടിമയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ബന്ധിത ദാസനായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ചെയ്യാം. ഐ ഡോണ്ട് ഹാവ് ഫ്രീഡം അറ്റ് ഓൾ, എനിക്കൊരു സ്വാതന്ത്ര്യവുമില്ല എന്നുള്ള മെൻറ്റാലിറ്റിയോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിലേ ഈ പുസ്തകം മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അതിനാണ് എല്ലാവരും കടന്നു വന്നത്. ഇന്ന് പല കാര്യങ്ങളുണ്ടായിരുന്നു, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ അതൊക്കെ വിട്ടിട്ടൊക്കെ വന്ന് ഇരിക്കുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? ഈ ബന്ധിതദാസൻ എന്നുള്ള മനസ്ഥിതി നമുക്കുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതുണ്ടായിരിക്കണം എന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ ഇത് പഠിക്കുമ്പോൾ മാത്രമേ, നമുക്കെല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ക്വസ്റ്റ്യനിങ് അങ്ങ് കൂടുതൽ ചെയ്യും, അല്ലേ? ദൈവത്തോട് അങ്ങ് ക്വസ്റ്റ്യനിങ്ങാണ്. ക്വസ്റ്റ്യൻസ് അറിയാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല, റിവോൾട്ടിങ് ആണ്. നമ്മളിങ്ങനെ എതിർക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുക, വേദപുസ്തകം പഠിക്കുന്ന, അത് വേറെ കാര്യം. പക്ഷേ ദൈവം പറയുന്ന കാര്യങ്ങളെ നമുക്ക് അനുസരിക്കാൻ മനസ്സില്ലാതെ വണ്ണം നമ്മൾ നിൽക്കുന്ന കാര്യമുണ്ട്. നമുക്ക് ഈ കർത്താവ് പറഞ്ഞാലും ഞാൻ ചെയ്യുകയില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്കുണ്ട്. അതെങ്ങനെ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, സഭയിൽ അതോ നമ്മുടെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ മൂപ്പന്മാരോ അല്ലെങ്കിൽ നല്ല അറിവുള്ളവരോ ഒക്കെ പറയുമ്പോഴും നമ്മളിത് അനുസരിക്കാൻ ബാധ്യസ്ഥ നമുക്ക് കാണത്തില്ല, അനുസരിക്കുകയില്ല. അപ്പോൾ ഇത് ബന്ധിതദാസൻ്റെ സ്വഭാവമല്ല. ദൈവവചനത്തിൽ നിന്നാണ് പറയുന്നതെങ്കിൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നോ കൗണ്ടർ ക്വസ്റ്റ്യൻസ്. അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം, ബന്ധിതദാസന്മാരെന്ന് പറയുന്നത്. പിന്നെ ഉടനെ സംഭവിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിചാരിക്കും ഇത്രയും വർഷമായില്ലേ എന്ന്, അല്ലേ? ആർക്കൊന്നും ഡൗട്ട് വന്നില്ല. എൻ്റെ അടുത്ത് ഞാൻ വിചാരിക്കുന്നത് ഉടനെ ചോദിക്കുമെന്നുള്ളത്. ചുരുങ്ങിയ സമയത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്, പക്ഷേ ഇത്രയും നാളായില്ലേ എന്നുള്ളതാണ്. അത് നമുക്ക് ക്ലാസ്സിൽ ഉത്തരം കിട്ടും. ഇപ്പം ഞാൻ പറയുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞു, ദർ ഇസ് നോ ടൈം. സമയം ആരുടെ കയ്യിലാണ്? ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മളല്ല നിശ്ചയിക്കുന്ന സമയം. പക്ഷേ അത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടക്കും. അത് ഞാൻ എറ്റേണിറ്റി ക്ലാസ് എടുക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ സമയത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്. ഓക്കെ, ഇനി ഇതാരാ അറിയിച്ചത് നോക്കുക. സെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ഹിസ് ഏഞ്ചൽ. ദൈവത്തിൻ്റെ ദൂതനാണ് ഇത് കൊണ്ടുവന്ന് യോഹന്നാന് കൊടുക്കുന്നത്. ദൈവം, പിതാവായ ദൈവം ക്രിസ്തുവിന് കൊടുക്കുകയും ക്രിസ്തു ദൂതന് കൊടുക്കുകയും ദൂതൻ അത് യോഹന്നാന് കൊടുക്കുകയും യോഹന്നാൻ അത് 7 സഭകൾക്ക് എഴുതുകയും ആ 7 സഭകൾ ഇന്ന് നമുക്കും കൂടെ എഴുതി തന്നിരിക്കുക. കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പോയെന്നുള്ളത് മനസ്സിലായല്ലോ. ദൈവം ക്രിസ്തു വഴിയായിട്ട്, കാരണം ക്രിസ്തു ആണല്ലോ, നമുക്കറിയാലോ, യേശു ക്രിസ്തുവാണ് വചനം. ആ വചനം അവിടെ ദൂതൻ മുഖാന്തരം അവിടെ യോഹന്നാന് കൊടുക്കുകയും യോഹന്നാൻ അത് എല്ലാ സഭകൾക്കും കൊടുക്കുകയും 7 സഭകൾക്ക് കൊടുക്കുകയും 7 സഭകൾ എല്ലാ വർഷങ്ങളും എല്ലാ കാലങ്ങളിലുമുള്ള സഭകൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെ? ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർക്കാ ഏറ്റവും വലിയ മഹത്വം അവിടെ? ദൈവത്തിനാണ്. അവിടെ ദൂതനോ യോഹന്നാനോ സഭകളോ അല്ല അവിടെ വരുന്നത്, അവരല്ല ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുത്തത് ആരാ? ആ ത്രിയേക ദൈവം ക്രിസ്തു വഴിയായിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് സകല ബഹുമാനവും ഒക്കെ നമ്മൾ അവനാണ് കൊടുക്കേണ്ടത്. ഇനി തുടർന്ന് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടെ വീണ്ടും ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. ഞാൻ അടുത്ത സഭയെക്കുറിച്ച് കൂടെ പഠിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ, എന്നാൽ ഇന്ന് നമുക്ക് സമയമായതുകൊണ്ട് ഇവിടെ നമുക്ക്
നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇതിനിടയിൽ ചില കാര്യങ്ങൾ കൂടെ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് കൂടെ ഞാൻ ബോണ്ട് സെർവലിനെ കുറിച്ചൊക്കെ ഉള്ളത് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഒന്ന് പറയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിർത്താം നമുക്ക്. ഓക്കെ, സംശയങ്ങളുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് എന്തെങ്കിലും ഒന്ന് എന്നെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആഡ് ചെയ്യാനോ സംശയമോ ഉണ്ടെങ്കിൽ നമുക്കൊരു 2-3 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് മാക്സിമം എടുക്കാം. ആരാണ് ഇൻ്റർപ്രിട്ടേഷൻ റൂള് കൊണ്ടുവന്നത് എന്നുള്ളതാണോ? ഈ റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് പല റിസർച്ചുകളുടെയും പല തിയോളജീസിൻ്റെയും ഫലമായിട്ടാണ്. കാരണം ഇങ്ങനെ അല്ലാതെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ എവിടെ പോയി ചേരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ റിസൾട്ടിൻ്റെ ബേസിസിൽ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്താലാണ് കറക്റ്റ് എന്നുള്ളത് പല വാക്കുകളും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ളൊരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പല നിയമങ്ങളും ആ രീതിയിൽ ഇവോൾവ് ചെയ്ത് വന്ന നിയമങ്ങളാണ്. ഇവോൾവ് ചെയ്ത് വരുന്ന നിയമങ്ങളുണ്ട്. ഇടത്തൂടെ പോവുക എന്ന് പറയുന്നത് ഒരു നിയമം ഇവോൾവായി വന്നതാണ്. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളോട് പറയും, ചില നിയമങ്ങൾ നമ്മൾ പറയും വെദർ ഇറ്റ് ഈസ് റിട്ടൺ ഓർ സംബഡി ഇൻവെൻറ്റഡ് അല്ല. നമ്മൾ പറയും വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഹൂ ഇൻവെൻറ്റഡ്? ആര് പറഞ്ഞു? അപ്പോൾ കുഞ്ഞ് ചോദിക്കുക, അങ്ങനെ പറഞ്ഞു ഞാൻ ഇടതുകൊണ്ടേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ബൈ കൺവീനിയൻസ്, അതായത് വലതുകൊണ്ട് കഴിക്കുമ്പോഴാണ് ബലം ആ കൈക്കാണ് കൂടുതലുള്ളത് കൊണ്ട് അത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇവോൾവ് ചെയ്തതായിരിക്കും ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില ഈ റൂളെന്ന് പറയുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് നടന്ന ഇതിനോട് യോജിക്കുന്ന എല്ലാവരും ഇല്ല കേട്ടോ. ഇതിനോട് യോജിക്കാത്തവരുണ്ട്. ഇതിനോട് യോജിക്കാത്തവരുണ്ട്. തിയോളജി പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഞാൻ ഡോഗ്മാറ്റിക്, എനിക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കാം, പക്ഷേ ഇതിലല്ലാത്തവരുമുണ്ട്. ഈ റൂൾസ് പിൻപറ്റാത്തവരും ഈ റൂൾസിനെ ഫോളോ ചെയ്യാത്തവരും ഉണ്ട്. നമ്മുടെ സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്ന സ്റ്റഡി ചെയ്യുന്നവർ പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതുകൊണ്ട് ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സഭ വിശ്വസിക്കുന്നത് മാത്രമേ ഞാൻ പഠിക്കുള്ളൂ എന്നുള്ളതല്ല. പക്ഷേ ആസ് എ മെമ്പർ ഓഫ് ബ്രദറൻ ചർച്ച് ഞാനൊരു സഭയിലെ അംഗമായിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ശരിയെന്ന് തോന്നിയതുമായിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമില്ല എന്നുള്ളതല്ല. പക്ഷേ ഫോർ മീ എനിക്ക് അതാണ് ഏറ്റവും എൻ്റെ അവലോകനത്തിലും ഞാൻ പഠിച്ചതിൻ്റെയും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ശരിയാണെന്ന് തോന്നിയത്. അതുകൊണ്ട് ഈ ഗോൾഡൻ റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടായി വന്നത് ഈ രീതിയിൽ വ്യാഖ്യാനിച്ചാലേ ശരിയാവുള്ളൂ. ഇപ്പോൾ ഞാൻ പറയാം, സെൻറ്റ് അഗസ്റ്റിന് 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു ഉണ്ടായിരുന്നു. ആരംഭകാലത്തിലുണ്ടായിരുന്നു. അദ്ദേഹം വ്യാഖ്യാനിച്ചു. അതിപ്പോൾ നമുക്ക് പിൻഗമിക്കാൻ അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി എന്താ വ്യാഖ്യാനിച്ചത്? അവിടെ പറഞ്ഞു യേശുക്രിസ്തുവിനെ നല്ല സമരിക്കാരൻ്റെ കഥയെടുത്തിട്ട് വ്യാഖ്യാനിച്ച് അലിഗ്രിക്കൽ വ്യാഖ്യാനം കൂടുതലങ്ങ് വ്യാഖ്യാനിക്കും. കഴുതയ്ക്ക് 4 കാലുണ്ടായിരുന്നോ, 4 സുവിശേഷങ്ങളാണെന്നോ, ഇങ്ങനെ 2 കാശ് കൊടുത്തു എന്നുള്ളത് 2000 വർഷം, ഇത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ പല ദുരുപദേശങ്ങളും പല സഭാവിഭാഗങ്ങളും ഈ ദുരുപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ അതിനെയൊക്കെ കർട്ടൈൽ നിർത്താൻ വേണ്ടിയിട്ട് എന്തു ചെയ്തു? ഇങ്ങനെയുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ എന്നുള്ളതാണ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഉപമകളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉപമകൾ എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? ഞാനത് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് അത് പറയുന്നത് നന്നായിരിക്കും തോന്നുന്നു. നമ്മൾ ഈ ഉപമകൾ വായിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വായിക്കുന്നതാണ് ഉപമകൾ. അപ്പോൾ ഉപമകൾ വായിക്കുമ്പോൾ ഉപമയാണ് എന്ന് പറഞ്ഞാൽ എന്താ ഉപമയെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ 2 കൺസെപ്റ്റ്, എപ്പോഴും ഒരു കൺസെപ്റ്റാണ്, ഒരു ആശയത്തെ യേശുക്രിസ്തുവിന് വെളിപ്പെടുത്തുവാൻ മനസ്സിലാക്കിപ്പിക്കുവാൻ വേണ്ടി അന്നത്തെ ആൾക്കാർ അവരുടെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതായിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. ആ ഉദാഹരണത്തെ നമ്മൾ വലിച്ചു നീട്ടി വ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലിറ്ററലി അതെന്ത് മീൻ ചെയ്യുന്നോ അത് മാത്രമേ അതിൽ എടുക്കാവൂ. നമ്മളെല്ലാം ശ്രദ്ധിക്കണം. ആരാധനയ്ക്കൊക്കെ തോട്ട് പറയുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, ആരാധനയ്ക്ക് തോട്ട് പറയുമ്പോൾ നമ്മുടെ സഭയുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. തോട്ട് പറയുമ്പോൾ നമ്മൾ ആ ഉപമ എടുത്ത് നമ്മൾ തോട്ട് പറയുമ്പോൾ ആ ഉപമ എന്തിനെ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്.
അത് മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ ആ ഉപമയുടെ ചില സൂക്ഷ്മവശങ്ങളുണ്ടല്ലോ, സൂക്ഷ്മമായ കാര്യങ്ങൾ, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യല്ലേ. യേശുക്രിസ്തു ഒരിക്കലും അത് മീൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഈ ഗോൾഡൻ റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വ്യാഖ്യാനിച്ച് വഴിതെറ്റി പോകരുതെന്നുള്ളതാണ്. ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും. ഓക്കെ. അന്നത്തെ കാലത്തെ ബുക്സ് ഉണ്ട്, ഇതില്ല. ബുക്സ് അന്നത്തെ കാലത്തുള്ള പല ബുക്കുകളും പല എഴുത്തുകളും ഈ രീതിയിൽ എഴുതിയ എക്സ്ട്രാ ബിബ്ലിക്കൽ ബുക്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റെവലേഷൻ ഒരു പ്രത്യേക രീതിയിലാണല്ലോ ബാക്കി പുസ്തകങ്ങളെ വെച്ച് നോക്കുമ്പോൾ. ഡാനിയലും റെവലേഷനും വരുമ്പോൾ ഈ അന്നത്തെ കാലത്തിലുള്ള പല എഴുത്തുകളും ഈ രീതിയിൽ എഴുതിയിരുന്നു. ചിലതൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് കൂടുതലും ഈ അപ്പോക്കലിപ്സ് രീതിയിൽ എഴുതിയത്. ഈ സാധാരണ കാരണം അന്നത്തെയൊക്കെ ഈ സാമ്രാജ്യ സ്ഥിതികളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അന്ന് എങ്ങനെയായിരുന്നു? റോമാ സാമ്രാജ്യം ഒരു സൈഡിൽ പേഴ്സിക്യൂഷൻ കൊടുക്കുന്നു, യഹൂദന്മാർ ഒരു സൈഡിൽ അവർക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. യഹൂദന്മാർ അതൊക്കെ അനുവദിച്ചു കൊടുത്തിരുന്നു. റോമാ സാമ്രാജ്യം സംസ്കാരം അന്നത്തേത് ഗ്രീക്ക് സംസ്കാരമായിരുന്നു, പ്രബലമായിട്ട് അന്ന് ഉണ്ടായിരുന്നു. ഗ്രീക്ക് സാമ്രാജ്യം അസ്തമിച്ചെങ്കിൽ തന്നെ ഗ്രീക്ക് കൾച്ചർ അന്ന് അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമ്മിശ്രമായിരിക്കുന്ന ഒരു രംഗമാണ് അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പലതും സീക്രട്ടായിട്ടും പലതും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അപ്പോക്കാലിപ്സ് ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ അന്ന് ആവശ്യമായിരുന്നു, അന്ന് കൊടുത്തിരുന്നു. സഹോദരന്മാരെന്തെങ്കിലും ഉണ്ടോ? നമുക്കിവിടെ നിർത്താം. ഓക്കെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്ഷമയോടെ എല്ലാവരും ശ്രദ്ധിച്ചതിന് നന്ദി.